നിങ്ങൾക്ക് എല്ലാവർക്കും മാജിക് ഇഷ്ടമാണല്ലേ? എല്ലാവർക്കും മാജിക് ഇഷ്ടമല്ലേ? മാജിക്കിന് പ്രത്യേകിച്ച് പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കലയാണ് മാജിക് അല്ലേ? പക്ഷെ മാജിക്കിന് ഒരു കുഴപ്പമുണ്ട്. മറ്റുള്ള കല പോലെയല്ല. മറ്റുള്ള കല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ പാട്ട് പാടുന്നത് കേട്ടു. പാട്ട് പാടുന്നത് നിങ്ങൾ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നല്ലപോലെ ആസ്വദിച്ചില്ല. നിങ്ങൾ ഡാൻസ് കളിക്കുന്നത് കാണുമ്പോഴും നിങ്ങൾ നല്ലപോലെ ആസ്വദിക്കും. പക്ഷെ മാജിക് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ ആസ്വദിക്കില്ല. അത് എങ്ങനെയാണ് അതിന്റെ രഹസ്യം എന്ന് കണ്ടുപിടിക്കാനുള്ള ഭയങ്കര ബുദ്ധിയോടുകൂടിയായിരിക്കും അല്ലെ? അങ്ങനെയല്ല ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ മാജിക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഈ ഒളിപ്പിച്ച് വെച്ച സാധനം നിങ്ങളുടെ മുമ്പിൽ വെച്ച് എടുക്കണ്ടേ? അത് എവിടെയെല്ലാം ഒളിപ്പിച്ച് വെച്ചെന്നുള്ള ഓർമ്മ വേണ്ടേ? അപ്പൊ കുറെ മെമ്മറിയും ബുദ്ധിയെല്ലാം വേണ്ട ഒരു സാധനമാണ് മാജിക്. അപ്പൊ നമ്മൾ അടുത്തൊരു മാജിക് ചെയ്യാൻ വേണ്ടി നമുക്ക് കൂട്ടത്തിൽ ഒരു ചെറിയൊരു പെൺകുട്ടീനെ നമുക്ക് സ്റ്റേജിലേക്ക് ആവശ്യമുണ്ട്. മോള് വാ. മോളെ പേരെന്തായിരുന്നു? അൻസ. മോള് തിരിഞ്ഞു. ഈ മോള് രക്ഷിതാക്കൾ കൂടെ ഉണ്ടോ? ആരാണ്? ഓക്കെ. ഈ മോള് എങ്ങനെ വീട്ടില് വികൃതിയാണോ? മോള് വികൃതിയാണോ? മോള് സത്യം പറഞ്ഞ അപ്പൊ മോള് വികൃതിയാണ്. നമ്മള് ഈ മാജിക് എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ വരുന്ന കുട്ടികൾ നല്ല കുട്ടികളായിരിക്കണം. വികൃതിയുള്ള കുട്ടികളെ വെച്ച് നമുക്ക് മാജിക് ചെയ്യാൻ പറ്റൂല. പക്ഷെ നമ്മള് സ്റ്റേജിൽ വിളിച്ചാൽ നമ്മൾ അവരെ തിരിച്ചു വിടാറുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അവര് സ്റ്റേജിൽ വെച്ച് നമ്മൾ അവരെ നല്ല കുട്ടിയാക്കും. അതെങ്ങനെയാണെന്ന് അറിയോ മോക്ക്? എന്റെ കയ്യിൽ ഒരു ചെറിയൊരു ടവൽ ഉണ്ടാ. ഇതിന്റെ കളർ എന്താ? ഇതിന്റെ കളറ് ഈ റെഡ് ചെറിയൊരു ടവൽ ഉണ്ട്. ഇത് വെച്ച് നമ്മൾ മോളെ ബ്രെയിൻ ഒന്ന് വാഷ് ചെയ്യും. ബ്രെയിൻ വാഷ് ഉണ്ടായിട്ടില്ലേ? ഈ ബ്രെയിൻ വാഷ് എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഇതെടുത്തിട്ട് ഈ വലത് ചെവി കൂടെ ഇട്ട് ഇടത് ചെവി കൂടെ ഇട്ടു. അപ്പൊ എന്താവും? ബ്രെയിൻ വാഷ് ആവും. ഇപ്പൊ മോളെ പേരെന്താ പറഞ്ഞേ? എത്രയിലാ പഠിക്കുന്നേ? 2ല്. ബ്രെയിൻ വാഷ് ചെയ്ത് ഇതെല്ലാം മറന്നു കൂട്ടാ. എല്ലാം മറന്നു. ബ്രെയിൻ വാഷ് ചെയ്യാം. ഓക്കെ. നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ ബ്രെയിൻ വാഷ് ചെയ്താല് നല്ല കുട്ടിയാവും. ഇപ്പൊ മോള് പഴയതെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. മോൾ എത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു ഓർമ്മ ഉണ്ടാവില്ല. മോൾ എത്രയല്ല പഠിക്കുന്നത്? 2ലാ. ഓർമ്മയുണ്ടാവും. മോളെ പേരെന്താ? അൻസ. ഇതെന്താ സംഭവം എന്നറിയോ? നമ്മള് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ചൊട്ടയിലെ ശീലം ചുടല വരെ. നമ്മൾ ചെറുപ്പത്തിൽ എന്ത് പഠിക്കുന്നു അത് വലുതാകുമ്പോഴും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രൂപത്തിൽ നമ്മുടെ ഭാവം ഉണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് ചെറിയ കുട്ടികളോട് പറയുന്നത് നിങ്ങൾ ചെറുപ്പത്തിലെ നല്ല കുട്ടികളായി വളരുക.
നന്മയാണ് ചെയ്തു വളരെ, അല്ലെങ്കിൽ വലുതാകുമ്പോൾ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മാറ്റം ഉണ്ടായോ? ഇല്ല. അപ്പൊ ചെറുപ്പത്തിലെ നല്ല കുട്ടിയായി വളരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ മോക്ക് നല്ലൊരു കൈയടി കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു മാജിക് ചെയ്യാൻ വേണ്ടി, നമുക്ക് ഇവിടെ മാജിക് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരല്ലേ ഇവിടെ, ഇല്ലേ? ഞാൻ നിങ്ങൾക്കൊരു മാജിക് പഠിപ്പിച്ചു തരാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ചൊരു മുതിർന്ന ഒരാളായിക്കോട്ടെ അല്ലെ, കുറച്ച് മുതിർന്ന ഒരാൾ നമുക്ക് സ്റ്റേജിലേക്ക് വരണം. നമ്മുടെ ഒന്ന് നമുക്ക് സ്റ്റേജിലേക്ക് വരാം. ഇത് നമ്മള് ഭയങ്കരമായ മാജിക് ആണ്. ഈ മാജിക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഈ മാജിക്കിന്റെ രഹസ്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇത് നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വിളിച്ചു പറയാൻ പാടില്ല. ഈ രഹസ്യം നിങ്ങൾ വിളിച്ചു പറയരുത്. കാരണം എന്ന് വെച്ചാൽ ഈ മാജിക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക് ചെറിയ ചെറിയ ഫംഗ്ഷനിലെല്ലാം പോയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന മാജിക് നമ്മൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഒന്നിച്ച് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാല് ഞാൻ എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്യണം. മാജിക്കിനൊരു മന്ത്രമുണ്ട്, അത് ഞാൻ ആദ്യം പറഞ്ഞു തരാം. മാജിക്കിന്റെ മന്ത്രം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഫോക്കസ് അബ്രാക്കഡബ്ര ഓംഗ്രീം സാങ്ക്രി ഐസ്ക്രീം. ഒന്നും കൂടി പറയാം. കോൺഗ്രസ് അല്ല, ഫോക്കസ് ഫോക്കസ്. അത് നമ്മളെ രക്തത്തിൽ അലിഞ്ഞു പോയോണ്ടാണ് എന്ത് പറയുമ്പോൾ കോൺഗ്രസ് അല്ല, ഫോക്കസ് ഫോക്കസ് അബ്രാക്കഡബ്ര. എന്താണ്? കോൺഗ്രസ് അല്ല, ഫോക്കസ് അബ്രാക്കഡബ്ര ഡബ്ര ഓംഗ്രീം സാങ്ക്രി ഐസ്ക്രീം. ഐസ്ക്രീം. ഓക്കെ, ഐസ്ക്രീം മാത്രം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മാജിക് ചെയ്യാനാ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് അതുപോലെ ചെയ്യണം. ഓക്കെ, ഒരു മിനിറ്റ്, ഞാൻ പറ്റിച്ചതാണോ ചോദിച്ചേ? നിങ്ങൾ മാജിക് പഠിച്ചില്ലേ? എന്താണ് മാജിക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പോലെ ഈ മാജിക് കുറച്ച് കഴിഞ്ഞ് അവര് പറഞ്ഞു തരും എന്താണ് മാജിക് എന്ന്. നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്യാം. ഇതിൽ പറ്റിപ്പോയെന്താ വെച്ചാൽ മാജിക്കിൽ ഒരു മന്ത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ചൊല്ലിയില്ലല്ലോ. ചൊല്ലിയോ? ഇല്ല. അപ്പൊ നമുക്ക് ഒന്നും കൂടി ആ മാജിക്കിന് മന്ത്രം കൂടി ചൊല്ലിയിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യാം. പക്ഷെ ഈ മാജിക് നിങ്ങളൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. ഈ മാജിക് നിങ്ങൾക്ക് അത്യാവശ്യം ബർത്ത്ഡേ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റൂലേ? ഇതാണ് മാജിക്. ഇപ്പൊ ഈ മാജിക്കിന്റെ രഹസ്യം നിങ്ങൾ ഇങ്ങനെയാണ് മാജിക് ചെയ്യുക, പക്ഷെ നിങ്ങൾ കാണുന്നില്ല എന്ന് മാത്രം. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടാണ് അത് മാജിക് അങ്ങനെയാണ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തൊരു മാജിക് ചെറിയ മോൻ ഒന്ന് സ്റ്റേജിലേക്ക് കൂടി വന്നു.
മോന്റെ പേര് ഋഷാൻ. മോനെ മാജിക് ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ? മാജിക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലേ? അപ്പൊ നമുക്കൊരു മാജിക് ചെയ്യാം, ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മുടെ ഇവിടെ നിന്ന് വന്നിട്ട് നമുക്കൊരു മാജിക് ചെയ്തിട്ട് പോയാലോ, അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത മാജിക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോനാണ്. അപ്പൊ അതിനുവേണ്ടി മാജിക് ചെയ്യാൻ ഒരു ശക്തിയെല്ലാം വേണ്ടേ. ആ ശക്തി കൊണ്ട് ഒരു മാന്ത്രിക വടി അവിടെ ഉണ്ട്, അത് ഞാൻ മോനെ കൈ തരാം. രണ്ടാമതായി മാന്ത്രിക വടി കൊണ്ട് കാര്യമുണ്ടോ? നമുക്ക് എന്ത് വേണം? മാന്ത്രിക തൊപ്പി വേണമല്ലേ? നിങ്ങൾ എന്ത് ഓഡിയൻസ് ഒരു കയ്യടി കൊടുക്കേണ്ട ഒരു പുതിയ മാജിക് ആയിരുന്നു. ഓക്കെ, ഇനി ഞങ്ങള് മാജിക് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങളോട് സാധിക്ക് പറഞ്ഞു നല്ല ശർക്കര വരട്ടിയിട്ട് അത് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ അതിനേക്കാൾ നല്ലൊരു ശർക്കര വരട്ടി മാജിക്കിലൂടെ ഞങ്ങൾ ഉണ്ടാക്കും. അപ്പോ അത് ഞാനല്ല ഉണ്ടാക്കാം, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളൊക്കെ കുറച്ച് പേപ്പർ ഉണ്ട്, ആ പേപ്പർ വെച്ചാണ് ഞങ്ങൾ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ,
അടുത്തൊരു മാജിക് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കാനായിട്ട് ഒരാളെ കൂടി സ്റ്റേജിലേക്ക് വരും. കുറച്ച് മുതിർന്ന ഒരാളായിരിക്കണേ, കുറച്ച് മുതിർന്ന ഒരാളായിരിക്കും. നമ്മള് കത്രികയെല്ലാം ഉപയോഗിച്ച് ചെറിയ കുട്ടികളാകുമ്പോൾ കൈ ധൈര്യമുള്ള ഒരാളായിരിക്കണം. പിന്നെ പെട്ടെന്ന് മേടിച്ചു പോയത് ധൈര്യമുള്ള ഒരാളൊന്നും ചെയ്യാൻ. ഈ ധൈര്യമുള്ളതെന്ന് പറയുന്നവരെ എണീച്ചില്ല. ധൈര്യമുള്ള ആളെന്ന് പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഞാനേ ഉള്ളൂ എന്ന് സ്വയം. ഓക്കെ, പേരെന്ത്? റിയാസ്. അപ്പൊ നമ്മള് നേരത്തെ മാജിക്കിന്റെ ഒരു മന്ത്രം പറഞ്ഞാണ്, അത് നമ്മൾ ആവർത്തിക്കുകയില്ല. ആവർത്തിച്ചവർ പഠിക്കൂലേ? അപ്പൊ നമ്മൾ ആവർത്തിക്കൂല. അപ്പോ നമ്മളൊരു മാജിക് നമ്മൾ ഒന്നിച്ച് ചെയ്യാൻ പോവാണ്. അതായത് നമ്മളിവിടെ ചെയ്യുന്ന മാജിക് സാധാരണ ഞങ്ങൾ ബോധവൽക്കരണ മാജിക്കാണ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ഒരു മാജിക്കാണ്. നമ്മൾ ആദ്യം ഷോ ചെയ്തതിനു ശേഷം നമുക്ക് ബോധവൽക്കരിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു അതുപോലെ ചെയ്യണം, ശ്രമിക്കാം അല്ലേ? അതായത് ഇത് സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ അറിയാത്ത കാര്യം നമ്മൾ ചെയ്യാവോ? അറിയാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ഞാനിത് പറയാണ്ടിരുന്ന് മനസ്സിലാക്കണ്ടേ? ഞങ്ങൾ എത്ര കൊല്ലം പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ വിളിക്കും, അങ്ങനെ വിളിക്കും. പിന്നെ ഞാൻ ടവല് ഞാൻ കൊടുത്തിട്ടാണെന്നറിയാം. ഞങ്ങൾ സാധാരണ ഓഡിയൻസിലുള്ള ആള് ടവല് വാങ്ങാറാണ്. പക്ഷെ ഞാൻ കൊടുക്കുന്ന 10 രൂപയുടെ ടവലാണെങ്കിൽ അവര് കൊണ്ടുവരുന്ന 50 രൂപയുടെ ടവല്. ഈ 50 രൂപയുടെ ടവല് കീറിപ്പോ. അപ്പൊ ഇതിൽ ഞങ്ങള് ബോധവൽക്കരണ മാജിക്കില് ഇതെന്താ ചെയ്യാതെന്ന് പറഞ്ഞാല്, സാധാരണ നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ ഈ നമ്മുടെ ചെറിയ കുട്ടികളില്ലേ, 4ാം ക്ലാസ് വരെയുള്ള ഈ കുട്ടികൾ നമ്മുടെ വീട്ടിൽ വൈകുന്നേരം നമ്മൾ സീരിയലുകളും മറ്റേ റെസ്ലിംഗ് ഇങ്ങനെയുള്ള പോലെ പലതും വെച്ച് നമ്മളത് കാണുമ്പോൾ ഈ കുട്ടികൾ അതിരുന്ന് കാണുന്നുണ്ടാവും. കുട്ടികളുടെ മനസ്സ് ഇതുപോലെയാണ്, അവരത് അനുകരിക്കും. അത് അനുകരിക്കുമ്പോൾ അവർക്ക് അറിയില്ല ഇതെങ്ങനെയാണ്, അഭിനയമാണോ എന്താണെന്ന് അറിയില്ല. അനുകരിക്കുമ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെടും. ഈ കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ചെറിയ കുട്ടികളുടെ കണക്ക് പറഞ്ഞ് 75 കൂടുതൽ കുട്ടികൾ മരിച്ചു പോയി. അവര് ഇത് അനുകരിച്ചിട്ടാണ് മരിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുട്ടികളോടെന്ന് പറയുന്നത് നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വീട്ടിൽ പോയി അമ്മയുടെ സാരി എടുത്ത്, അല്ലെങ്കിൽ പപ്പേന്റെ മുണ്ടെടുത്തോ ചേച്ചിയുടെ ഷാൾ എടുത്തോ പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്ത് ലാസ്റ്റ് ഒരു ദിവസം നിങ്ങൾ ശരിയോ, ഒന്നെങ്കിൽ നിങ്ങൾ ശരിയാവും അല്ലെങ്കിൽ നിങ്ങളെ ശരിയാക്കും. അപ്പൊ നിങ്ങൾ മാജിക് പഠിക്കും. ഓക്കെ അല്ലേ?
ഇപ്പൊ ഞാൻ കുറെ പ്രാവശ്യം നിങ്ങളെ പറ്റിച്ചില്ല, മാജിക് പഠിപ്പിച്ചു തരാൻ ഓരോ പ്രാവശ്യം പറയും പറ്റി. പക്ഷെ ഞാൻ ശരിക്കും ഒരു മാജിക് പഠിച്ചു തരാം. അതായത് ഇത് നിങ്ങൾക്ക് ഇതേപോലെ ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷനിലെ നേരത്തെ പോലത്തെ മാജിക് ആണ്. ബർത്ത്ഡേ ഫംഗ്ഷനിലും പോയി ചെയ്യാൻ പറ്റും. നല്ലൊരു മാജിക് ആണ്. ഈ മാജിക് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. പക്ഷെ ഇതിനു മുമ്പ് ഞാൻ ആ മാജിക് നല്ല രീതിയിൽ അവതരിപ്പിക്കും. അപ്പൊ ആ കഥയെല്ലാം ഓർത്തു വെക്കണം. നിങ്ങൾ കഥയെല്ലാം ഓർത്തു വെക്കണം. കാരണം വെച്ചാൽ ആ കഥയെല്ലാം പറഞ്ഞ് ചെയ്യുമ്പോഴാണ് മാജിക് രഹസ്യം. നമ്മൾ കഥ പറയുന്നത് എന്തിനാന്ന് വെച്ചാല് നിങ്ങളുടെ കോൺസെൻട്രേഷൻ തെറ്റിക്കാൻ വേണ്ടിയാണ് കഥയിൽ പറഞ്ഞത്. അപ്പൊ ഇപ്പോഴും ഞാനൊരു കഥ പറഞ്ഞുകൊണ്ടാണ് മാജിക് ചെയ്യുക. അതിനുശേഷം ആ മാജിക്കിന്റെ രഹസ്യം നിങ്ങളെ പഠിപ്പിച്ചിരുന്നില്ല. ഉണ്ട് ഇത് മൂന്ന് വ്യത്യസ്ത നീളത്തിലുള്ള ചരട് വെച്ചുള്ള ഒരു മാജിക് ആണ്. ഈ മാജിക് ഞാൻ നിങ്ങളെ ആദ്യം ചെയ്ത് കാണിക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പഠിപ്പിച്ചു തരാം. അപ്പൊ ഇതിനു വേണ്ടി നമ്മളൊരു ചെറിയ കഥ പറയാണ്. ചെറിയ കുട്ടികൾ ഇവിടെ ഉള്ളത് കൊണ്ട് അവർക്ക് പറ്റിയൊരു കഥയാണ് പറയുന്നത്. അതായത് ഒരു കാട്ടില് ഒരു കുരങ്ങിന്റെ ഫാമിലി ഉണ്ടായിരുന്നു അല്ലെ. കുരങ്ങിന്റെ ഫാമിലിയെ കണ്ടില്ല? നമ്മൾ വയനാട് ചുരത്തിൽ പോയാൽ അവിടെ ഉണ്ടാവും കുരങ്ങ ഫാമിലി. അപ്പൊ അതിലൊരു ചെറിയ കുരങ്ങായിരുന്നു ഇത്. ആ ചെറിയ കുരങ്ങന്റെ വാലാണ് ഇത്. അതിനേക്കാൾ കുറച്ച് വലുതാണ് ആര്? അമ്മ കുരങ്ങന്റെ വാലാണത്. ഏറ്റവും വലുത് അച്ഛൻ കുരങ്ങന്റെ വാലാണ്. ഈ കുട്ടി കുരങ്ങനെ നിങ്ങളെ പോലെ തന്നെയാണ്. നമുക്ക് ചെറുപ്പത്തിൽ വിചാരിക്കും വേഗം വലുതാവണം, പക്ഷെ വലുതാകുമ്പോഴാണ് മനസ്സിലാവുക ചെറുതായിരുന്നു നല്ലത്. അപ്പൊ ഈ കുട്ടി കുരങ്ങനെ എപ്പോഴും എന്ത് ചെയ്യും, ഇങ്ങനെ പറയും ഞാനൊന്ന് വലുതാവണം, എന്റെ വാലൊന്ന് വലുതാവണം. അങ്ങനെ കുട്ടി കുരങ്ങനെ ഒരു ദിവസം രാത്രി വരെ ഇങ്ങനെ മൂന്നാളും കിടന്നുറങ്ങുമ്പോ കുട്ടി കുരങ്ങനെ ഇങ്ങനെ ഒരു സ്വപ്നം കാണുക. അപ്പൊ സ്വപ്നത്തില് മാലാക വരികയാണ്. മാലാക വന്നിട്ട് കുട്ടി കുരങ്ങന്റെയും അമ്മ കുരങ്ങന്റെ എല്ലാരും വാലും പിടിച്ച് ഇങ്ങനെ അങ്ങ് വലിച്ചു. ഇപ്പൊ എന്തായി? മൂന്നാളുടെ വാലും ഒരുപോലെയായി. അച്ഛൻ കുരങ്ങന്റെ വാലും അമ്മ കുരങ്ങന്റെ വാലും കുട്ടി കുരങ്ങന്റെ വാലും. മൂന്നാളെ വാലും എന്തായി? ഒരുപോലെയായി. ഈ മാജിക് പഠിക്കണം. എത്ര പേർക്ക് പഠിക്കണം? നമ്മൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ പഠിപ്പിക്കാവുന്ന പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എത്ര പേർക്ക് പഠിക്കണത്. അപ്പൊ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഒരു മാജിക് ഞാൻ പറഞ്ഞുതരാം. ഭൂരിപക്ഷം ആക്കാനുള്ള മാജിക്കാണ്. നമ്മൾ ഒരു കൈക്ക് വരും 2 കൈ കൊടുക്കാം. അപ്പൊ നമുക്ക് ഭൂരിപക്ഷം കിട്ടും. ഓക്കെ അല്ല? അപ്പൊ ഞാൻ ഒന്നും കൂടെ റീസെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വീണ്ടും തുടങ്ങിയാണ്. നമ്മൾ വ്യത്യസ്ത നീളത്തിലുള്ള 3 റോപ്പ് എടുത്ത് നമ്മളിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മൾ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ എന്റെ കൈയാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു മറ. നമ്മൾ ചെയ്യുന്ന എന്താണ്, ആദ്യത്തെ വാലെടുത്ത് വെക്കുമ്പോൾ ജസ്റ്റ് ഒരു മാറ്റം നമ്മൾ തിരിച്ചു വെക്കും. രണ്ടാമത്തത്, മൂന്നാമത്തത്. നമ്മൾ വലിക്കുമ്പോൾ ഇങ്ങനെയാണ് വലിക്കുന്നത്, കണ്ടാ? ഓക്കെ, ഇപ്പം നിലവിൽ ഇങ്ങനെയാണുള്ളത്. പക്ഷെ നമ്മളിവിടെ കൈവച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും എന്ത് മനസ്സിലായില്ല, അങ്ങനെയുള്ള ഒരു ജോയിന്റ് മനസ്സിലായില്ല. നമ്മളപ്പോ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഞാൻ 3 കൗണ്ട് ചെയ്ത് കാണിച്ചല്ലോ അല്ലെ? നമ്മൾ 1 കൗണ്ട് ചെയ്യും, ആ രണ്ടാമത്തെ വാലുള്ള അത് കൗണ്ട് ചെയ്യും. ഇനി നമ്മൾ രണ്ടാമത് കൗണ്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇതിവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യുക, 2, 3. അപ്പൊ നിങ്ങൾ പഠിച്ചില്ലേ, മനസ്സിലായി? ഇത് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മൾ വീട്ടിൽ പോയിട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാണ്ട് ചെയ്താലുള്ള കുഴപ്പം എന്താണെന്നറിയാം, നമ്മൾ വലിയ കാര്യത്തിൽ ആവേശം ഓടിപ്പോയി പ്രാക്ടീസ് ചെയ്യാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നിടക്കെ പാളിപ്പോവും. കണ്ണാടിന് മുമ്പിൽ നിന്ന് കുറെ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടേ ചെയ്യാവും. പിന്നെ വേറെ ഒന്നും കൂടി പറയാനുണ്ട്, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേറെ മാജിക്കാർ ഇതുപോലെ ഷോ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചതിന്റെ ഒരു ആവേശത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എനിക്കറിയാം അത് കൈ കാണിക്ക് തിരിച്ചു കാണിക്കുക എന്നൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളെ മാജിക്കാര് നമ്മളൊരു സ്റ്റേജ് ഷോ ആണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ അങ്ങനെ അഥവാ നിങ്ങൾ അറിയാണ്ട് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആകാംക്ഷ കൊണ്ടല്ല പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മാജിക്കുകാരാണ്, അവർക്ക് മാജിക്കിന് മന്ത്രമുണ്ട്. ലോക്കസ് ഓക്കസ് അബ്രാക്കഡബ്ര ഓഗ്രി സംഗതി ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അവരിങ്ങനെ 3 എണ്ണം 3 തന്നെ എണ്ണി കാണിക്കും. അപ്പൊ നിങ്ങൾ എന്താവും, നിങ്ങൾ ഫൗളായി പോകും. അതുകൊണ്ട് മാജിക്കാർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിളിച്ചു പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് മാജിക്കാരോട് മാത്രം നിങ്ങൾ ഒരു കാര്യവും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ?
നിങ്ങള് ഈ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിട്ടുണ്ട് മാജിക്കിൽ. അതായത് നമ്മൾ ആദ്യമേ പ്രെഡിക്റ്റ് ചെയ്ത് പറയും. അതായത് നമ്മുടെ ഓഡിയൻസിലുള്ള ആള് എന്ത് സംഭവം തിരഞ്ഞെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഫുട്ബോൾ കളി നടക്കുമ്പോൾ നമ്മൾ പറയും ഫുട്ബോൾ കളി നടന്നു കഴിയുമ്പോൾ റിസൾട്ട് എന്താവും എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും പോലെ ഒരു ചെറിയൊരു പ്രവചനമാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഞാൻ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം ജീവിക്കുന്ന കാലഘട്ടം കാലഘട്ടമാണ്. അത് എല്ലാ രീതിയിലും പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു തട്ടിപ്പിൽ പോയി വീഴാൻ പാടില്ല, അതുകൊണ്ട് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോ എന്റെ അടുത്ത് ഇവിടെ ഒരു 4 കാർഡ് ഉണ്ട്. നാല് കാർഡുകൾ വ്യത്യസ്തമായ, അതായത് ഇത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും? ഈഫൽ ടവർ. ഓക്കെ. രണ്ടാമത്തത് പിരമിഡ്. ഇതെവിടെ? ഇന്ത്യയിലാണോ? ഈജിപ്തിലല്ലേ? ഇത് നമ്മൾ അമേരിക്കയിലുള്ള താജ്മഹൽ അമേരിക്കയിലാണോ? അല്ല, ഇന്ത്യയിലാണ്. ഓക്കെ. ഇത് ഇന്ത്യയിലുള്ള ചൈനയിലുള്ള വൻമതിലാണ്. അത് ഇന്ത്യന്റെ ബോർഡറിലാണല്ലോ കിടക്കുന്നത്. അപ്പൊ നമുക്ക് പറയാലോ. അപ്പൊ ഇങ്ങനെ 4 കാർഡുകൾ എന്റെ അടുത്തുണ്ട്. ഇത് ഞാനൊന്ന് ഷഫിൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാണുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ മൊത്തം മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിൽ 4 നമ്പറുകളുണ്ട്. ഞാൻ ഒരു കാർഡ് ഇപ്പൊ എടുത്തിട്ടുണ്ട്. ഈ കാർഡ് ഏത് നമ്പറിൽ വെക്കണം നിങ്ങൾക്ക് പറയാം. 4 വെക്കണം. മാറ്റണോ? ചെറുതായിട്ട്. രണ്ടാമതെടുത്ത കാർഡ് എവിടെ വെക്കണം? ഭയങ്കര ഐക്യമുള്ളൂ. ഓക്കെ. 1. ഇനി ലാസ്റ്റ് ഒരു കാർഡ് ഉണ്ട്. അത് ഏതിൽ വെക്കണോ? എല്ലാവർക്കും ഒരേ ഐക്യമുള്ളൂ. 3 അല്ലേ? ഇനി നമ്മുടെ കയ്യിൽ ഞാൻ ഇവിടെ ഒരു പ്രൊഡിക്റ്റ് ചെയ്തിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു കാർഡ് വെച്ചിട്ടുണ്ട്, വലിയൊരു കാർഡ്. ഇത് എന്റെ പ്രൊഡിക്ഷൻ ആണ്. ഇതൊരൊറ്റ കാർഡേ ഉള്ളൂ. ഇത് എന്റെ ഒരു പ്രൊഡിക്ഷൻ ആണ്. നിങ്ങൾ ഇതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യുന്ന ഞാൻ ആദ്യമേ പ്രൊഡിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇപ്പൊ ഞാൻ സാദിഖിനോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഞങ്ങൾ പരിചയമുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പറയും. ആര് പറയും നമ്പർ? ഇത് ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന ഒരാൾ ആരായിരിക്കും? അവിടെ 2 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മാറ്റം എത്ര? 3. 3ഉം 2ഉം പറഞ്ഞിട്ടുണ്ട്. ഏതെടുക്കണം ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം 3ഉം 2ഉം പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു ഓപ്ഷനാണ്. ഏതാ ചെയ്യണ്ടേ? പറഞ്ഞോ. ഏതാ എടുക്കണ്ടേ? 3. മാറ്റമൊന്നുമില്ല. 3 പറഞ്ഞ് 2 പറഞ്ഞ് 4 പറഞ്ഞ് 3 മതി. എല്ലാവരും ഓക്കെയാണോ? അവിടെ 4 പറഞ്ഞ് ഇവിടെ 3 പറഞ്ഞ്. ഏത് വേണം? ഏതെങ്കിലും ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞോ. ഇല്ലെങ്കിൽ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്തത് 4 തന്നെ. മാറ്റമൊന്നുമില്ല. ഇനി മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാനിവിടെ പ്രൊഡിക്റ്റ് ചെയ്ത് വെച്ചൊന്നുണ്ട്. ഈ പ്രൊഡിക്റ്റ് ചെയ്ത് വെച്ചത് ഏതാന്ന് ഞാൻ ആദ്യം കാണിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തതിന് ശേഷം കാണിക്കണോ? ഈ 4 എടുത്തതിന് ശേഷം കാണിക്കണോ, അല്ലെങ്കിൽ 4 ഞാൻ എടുക്കാം? 4 ഞാൻ എടുത്തിട്ടുണ്ട്. 4 ഏതാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഏതാണ്? താജ്മഹൽ. ഇതൊന്ന് പിടിച്ച് 4 താജ്മഹൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും അല്ലെ? ഇപ്പുറത്തത് ഇത് നമ്മുടെ ഈഫൽ ടവർ ആണ്. ഇത് അല്ല നമ്മളെ ഈജിപ്തിലെ പിരമിഡ് ആണ്. അപ്പൊ എല്ലാം വ്യത്യസ്തമാണ്. 4 നമ്മൾ താജ്മഹൽ എടുത്തിട്ടുണ്ട്. ഞാൻ പുറകിൽ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് ആദ്യമേ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ താജ്മഹലെ പ്രൊഡിക്റ്റ് ചെയ്തു.
ഓക്കെ, അപ്പോ ഇത്ര നേരം നിങ്ങളുടെ കൂടെ ഇവിടെ പ്രോഗ്രാമിലായിരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് നന്ദി. ഓക്കെ, ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം നമ്മൾ സാധിക്കാണ് നമ്മൾ കുറെ കൊല്ലം മുന്നേയുള്ള പരിചയമാണ്. വടകര ഒരു ബേക്കറി നടത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അങ്ങനെയുള്ള ഒരു പരിചയമാണ്. പിന്നെ അതിലേക്ക് കുറെ നാളെ കൂടിയാണ് നമ്മൾ പിന്നെ കണ്ടത്. അപ്പൊ അന്നേരം പരിചയപ്പെട്ട് വീണ്ടും പരിചയം പുതുക്കി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഞാൻ വരാൻ തയ്യാറാണ്. സ്കൂളില്ലാത്ത ദിവസം ആയിരിക്കണം മാത്രം. അപ്പൊ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്. അപ്പൊ ഇന്ന പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ നിങ്ങളെല്ലാം കാണുവാനും എല്ലാത്തിനും സാധിച്ചതിന് നന്ദി പറയുന്നു. ഒപ്പം ഇനിയും നമ്മൾ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി.